ബന്ധങ്ങൾ വിധി എഴുതുന്നതല്ല, ബലമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ഒരു ക്രൂരൻ. പ്രണയമോ തടവോ? ഇതാണ് ക്രൂരമായി എൻ്റേത്. വെൽക്കം ടു സ്റ്റോറി ക്രൂരമായി എൻ്റേത്, എപ്പിസോഡ് 1. ഒരപരിചിതൻ്റെ തടവറയിൽ ഗാഥയുടെ ശരീരം മുഴുവൻ വിറച്ചുപോയി. അവളുടെ മുന്നിൽ നിന്ന മനുഷ്യൻ്റെ ശബ്ദം മുറിയിലാകെ മുഴങ്ങിയ നിമിഷം അവളുടെ ഹൃദയമിടിപ്പ് പോലും നിലച്ചുപോയതുപോലെ തോന്നി. ആ ശബ്ദത്തിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. എതിർക്കാൻ ശ്രമിച്ചാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളുടെ ആത്മവിശ്വാസം. മുറിയിലെ നിശബ്ദത പോലും അവളെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. ഭയന്ന് പിന്നിലേക്ക് ഒരടി വെച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ ഭയത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണ് ഗാഥയുടെ ഉള്ളിൽ കത്തിയത്. എന്നെ ആരാണെന്നാണ് കരുതിയിരിക്കുന്നത്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ വലതു കൈ ഉയർത്തി അവൻ്റെ കവളിൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ചു. അവളുടെ കൈ അവൻ്റെ മുഖത്ത് പതിയുന്നതിന് മുൻപ് തന്നെ മിന്നൽ വേഗത്തിൽ അവൻ അവളുടെ കൈത്തണ്ടയിൽ ശക്തമായി പിടിച്ചു. ആ വേദന കൊണ്ട് അവളൊന്ന് പൊളഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചു. പ്രതീക്ഷിക്കാതിരുന്ന വലിയിൽ ഗാഥയുടെ ശരീരം അവൻ്റെ നെഞ്ചിലിടിച്ചു. ഭയം കൊണ്ട് അവളുടെ ശ്വാസം പോലും നിലച്ചുപോയി. അവൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ്ചിരി വിരിഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞു, ഈ താലയോടെ നീ എൻ്റെ ഭാര്യയാണ്. ഇനി എന്നെ വീണ്ടും കൈ ഉയർത്തി തൊടാൻ ശ്രമിച്ചാൽ അടുത്ത നിമിഷം നീ എൻ്റെ കിടപ്പറയിലായിരിക്കും. ആ വാക്കുകൾ ഗാഥയുടെ ആത്മാഭിമാനത്തെ കുത്തിക്കീറി. അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. നിന്നെപ്പോലുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെ ജയിക്കാൻ 2 വഴികളെ അറിയൂ. അവരുടെ ആത്മാഭിമാനം തകർക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കീഴടക്കുക. പക്ഷേ ഗാഥ ഒരിക്കലും നിനക്ക് മുന്നിൽ തലകുനിക്കില്ല. മരിക്കേണ്ടി വന്നാലും നിന്നെ ജീവനോടെ വിടില്ല. അവളുടെ വാക്കുകൾ കേട്ട് മുറിയിലാകെ നിശബ്ദത പടർന്നു. കുറച്ച് നിമിഷങ്ങൾ അവൻ അവളെ തന്നെ നോക്കി നിന്നു. പിന്നീട് അവൻ്റെ ചുണ്ടിൽ വീണ്ടും ആ ദുരൂഹമായ ചിരി വിരിഞ്ഞു. കൊള്ളാം, ഒരു തീപ്പൊരി തന്നെ. അത്രയും പറഞ്ഞ് അവൻ യാതൊരു പ്രയാസവുമില്ലാതെ ഗാഥയെ കൈകളിൽ കോരിയെടുത്തു. എന്നെ താഴെ ഇറക്ക്, കേൾക്കുന്നില്ലേ? അവൾ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. കൈകൾ കൊണ്ട് തള്ളി, കാലുകൾ കൊണ്ട് തുടിച്ചു. പക്ഷേ അവനൊരു പാറ പോലെ നിന്നതല്ലാതെ അനങ്ങിയില്ല. അവളെ കൈകളിലെടുത്ത് അവൻ പടികൾ കയറി മുകളിലെ നിലയിലേക്ക് നടന്നു. ഒരു വലിയ മുറിയുടെ വാതിൽ തുറന്നതും അവളെ അകത്തുള്ള വലിയ കിടക്കയിലേക്ക് എറിഞ്ഞു. മൃദുവായ കിടക്കയിലേക്കാണ് വീണതെങ്കിലും ഗാഥയുടെ ശരീരം മുഴുവൻ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ച നിമിഷം തന്നെ അവൻ അവളുടെ കാലിൽ പിടിച്ച് വീണ്ടും കിടക്കയിലേക്ക് വലിച്ചിട്ടു. ഒരു നിമിഷം കൊണ്ട് അവൻ അവൾക്ക് മുകളിലായി നിന്നു. അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് വളരെ അടുത്തതായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരു തണുത്ത ക്രൂരത നിറഞ്ഞു നിന്നു. ഗാഥ ഭയന്ന് കണ്ണുകളടച്ചു. ഇപ്പോൾ എല്ലാം അവസാനിച്ചു എന്നായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പതുക്കെ പറഞ്ഞു, മിണ്ടാതിരുന്നാൽ നിനക്കാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ ജീവിതം മുഴുവൻ നിശബ്ദയായി ജീവിക്കേണ്ടി വരും. ഗാഥ ഭയന്ന് കണ്ണുകൾ മുറുക്കിയടച്ചു. അവൻ അവളെ ചുംബിക്കാൻ പോവുകയാണെന്ന് അവൾ കരുതി. പക്ഷേ പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ കൈകളിൽ പിടിവിട്ടു. ഗാഥ ഉടൻ തന്നെ കിടക്കയുടെ മൂലയിലേക്ക് നീങ്ങി. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. പുക പതുക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അവൻ ശാന്തമായി പറഞ്ഞു, വിശ്രമിച്ചോളൂ, ഇന്ന് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാകും. അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ മുറിയുടെ വാതിലടച്ച് പുറത്തേക്ക് നടന്നു. വാതിലടഞ്ഞ ശബ്ദം കേട്ടതും ഗാഥയുടെ മനസ്സിൽ ഇതുവരെ പിടിച്ചു നിന്ന ധൈര്യം തകർന്നു വീണു. അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മയെ അച്ഛനെയും ഓർത്ത്, തൻ്റെ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് മാറിപ്പോയതോർത്ത്. കണ്ണുനീർ തുടയ്ക്കുന്നതിനിടെയാണ് അവളുടെ വിരലുകൾ നെറ്റിയിൽ തട്ടിയത്. വിരലുകളിൽ ചുവപ്പ് നിറം. വിറച്ചുകൊണ്ട് വീണ്ടും തൊട്ടു നോക്കി. സിന്ദൂരം. അപ്പോഴാണ് ഒരു വലിയ ജനൽ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രതീക്ഷയോടെ അവൾ ഓടിച്ചെന്നു. പക്ഷേ ജനൽ തുറന്നില്ല. ദേഷ്യം കൊണ്ട് അവൾ ചുറ്റും നോക്കി. അടുത്തു കണ്ട ഭാരമുള്ള പൂപാത്രമെടുത്ത് അവൾ ജനലിലേക്ക് ആഞ്ഞടിച്ചു. കണ്ണാടി ചില്ലുകൾ തകർന്ന് നിലത്തേക്ക് വീണു. ഗാഥ സൂക്ഷിച്ച് പുറത്തേക്ക് നോക്കി. ഗാർഡുകളില്ല, ആരുമില്ല. രക്ഷപ്പെടാൻ ഇതിലും നല്ല അവസരം ഇനി കിട്ടില്ല. അപ്പോൾ പോലും അവളുടെ മനസ്സിൽ ഒരു ചിന്ത മിന്നിപ്പോയി. വലിയ ഗ്യാങ്സ്റ്ററാണെന്ന് പറഞ്ഞ് നടക്കുന്നവനല്ലേ ഞാൻ ഇത്രയും ശബ്ദം ഉണ്ടാക്കി ജനൽ പൊട്ടിച്ചിട്ടും ഒരാൾ പോലും വന്നില്ല. ഒരു നിമിഷം അവൾക്ക് സ്വന്തം അവസ്ഥക്കിടയിലും ചിരി വന്നു. സമയം കളയാതെ അവൾ കിടക്കവരി വലിച്ചൂരി. അതിൻ്റെ ഒരറ്റം ജനലിൻ്റെ ഇരുമ്പ് കമ്പിയിൽ മുറുക്കി കെട്ടി. മറ്റേ അറ്റം താഴേക്ക് തൂക്കിയിട്ട ശേഷം വിറയ്ക്കുന്ന കൈകളോടെ അവൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഓരോ അടി താഴേക്ക് പോകുമ്പോഴും ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷേ പകുതി എത്തിയപ്പോൾ കിടക്കവരി പെട്ടെന്ന് നടുവിൽ നിന്നും കീറി. അമ്മേ! ഒരു നിലവിളിയുടെ ഗാഥ താഴേക്ക് പതിച്ചു. മുതുകിൽ ശക്തമായ വേദന അനുഭവപ്പെട്ടെങ്കിലും അവൾ പല്ല് കടിച്ചത് സഹിച്ചു. ചുറ്റും നോക്കി. ഇപ്പോഴും ആരും വന്നിട്ടില്ല. വേദനയെ മറന്ന് അവൾ എഴുന്നേറ്റു. കാലിൽ ചെരുപ്പ് പോലുമില്ല. എങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള ആഗ്രഹം അവൾക്ക് പുതിയ ശക്തി നൽകി. പ്രധാന ഗേറ്റ് ലക്ഷ്യമാക്കി അവൾ കഴിയുന്നത്ര വേഗത്തിൽ ഓടി. പിന്നിലേക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഓട്ടം അവൾ തുടർന്നു. ഗാഥ ജീവനും കൊണ്ടുള്ള ഓട്ടത്തിലായിരുന്നു. കാലിലെ മുറിവുകളും ശരീരത്തിലെ വേദനയും അവൾ മറന്നിരുന്നു. ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പെട്ടെന്ന് ഒരു മുൾച്ചെടി അവളുടെ ലെഹങ്കയിൽ കുടുങ്ങി. അയ്യോ! അവൾ മുന്നോട്ട് വീഴാൻ പോയെങ്കിലും എങ്ങനെയോ ബാലൻസ് പിടിച്ചു. ദേഷ്യത്തോടെ അവൾ വസ്ത്രം വലിച്ചൂരാൻ ശ്രമിച്ചു. ഈ ലെഹങ്ക ഇന്ന് എൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അവൾ പിറുപിറുത്തു.
ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. അവൻ വന്നാൽ എല്ലാം അവസാനിക്കും. അവസാനം ശക്തിയായി വലിച്ചപ്പോൾ ലഹങ്ക മുള്ളിൽ നിന്നും വിടർന്നു. ദൈവമേ നന്ദി! ഒട്ടും സമയം കളയാതെ വീണ്ടും ഓടി. അല്പസമയത്തിനകം അവളുടെ കണ്ണിൽ ആ വലിയ പ്രധാന ഗേറ്റ് തെളിഞ്ഞു. സ്വാതന്ത്ര്യം! അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി അവൻ എന്നെ പിടിക്കാൻ കഴിയില്ല. പിന്നിലേക്ക് തിരിഞ്ഞ് ആ കൊട്ടാരം പോലുള്ള വീട്ടിലേക്ക് അവൾ നോക്കി. വലിയ ഗ്യാങ്സ്റ്ററാണെന്നല്ലേ വിചാരം? ഇനി ഗാഥ ആരാണെന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ ഗേറ്റിൻ്റെ പിടിയിൽ കൈവച്ചു. വാതിൽ തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോകുമ്പോഴായിരുന്നു അവളുടെ ശരീരം പെട്ടെന്ന് മരവിച്ചത്. ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ അവൾക്കായില്ല. ശ്വാസം നെഞ്ചിൽ കുടുങ്ങി. അവളുടെ മുന്നിൽ ഒരു കറുത്ത വലിയ നായ. ഒരു പ്ലാസ്റ്റിക് അല്ല, ജീവനുള്ള ഭീകരമായ ഒരു വന്യമൃഗം. അതിൻ്റെ സ്വർണ്ണ നിറമുള്ള കണ്ണുകൾ ഗാഥയിൽ മാത്രം. ഒരൊറ്റ ചാട്ടത്തിൽ അവളെ കീറി മുറിക്കാൻ കഴിയുന്ന ദൂരം മാത്രം. ഗാഥയുടെ കൈകാലുകൾ വിറച്ചു. ഓടാൻ മനസ്സ് നിലവിളിച്ചെങ്കിലും ശരീരം അനങ്ങിയില്ല. പോ പോ അവൾ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷെ ആ മൃഗം അനങ്ങിയില്ല. അത് അവളെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് അവളുടെ കഴുത്തിന് മേലിൽ ചൂടുള്ളൊരു ശ്വാസം പതിഞ്ഞത്. ഒരു തണുത്ത ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങി. ഇത്രയും ദൂരം വന്നിട്ടും എവിടേക്കാണ് പോകാൻ നോക്കിയത്? ആ ശബ്ദം കേട്ടതും ഗാഥയുടെ ഹൃദയം ഒന്ന് നിന്നുപോയി. അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. അവൻ തൊട്ടു പിന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് ഭയമൊന്നുമില്ല, മറിച്ച് ആ മൃഗത്തിനേക്കാൾ അപകടകാരി അവൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പുഞ്ചിരി മാത്രം. ഗാഥ എന്തെങ്കിലും പറയാൻ ശ്രമിച്ച നിമിഷം അവൻ മിന്നൽ വേഗത്തിൽ അവളുടെ കഴുത്തിൽ പിടിച്ചു. ശ്വാസം മുട്ടി. കണ്ണുകൾ മങ്ങി തുടങ്ങി. അവസാനം അവൾ കണ്ടത് അവൻ്റെ തണുത്ത കണ്ണുകളായിരുന്നു. അടുത്ത നിമിഷം എല്ലാം ഇരുട്ടിലായി. കുറച്ച് സമയം കഴിഞ്ഞ് ഗാഥ പതിയെ കണ്ണു തുറന്നു. തല പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള വേദന. ചുറ്റും നോക്കിയപ്പോൾ അവൾ വീണ്ടും ആ കൊട്ടാരത്തിനുള്ളിലായിരുന്നു. പക്ഷേ ഇത്തവണ മുറി കൂടുതൽ ആഡംബരപൂർണ്ണമായിരുന്നു. പെട്ടെന്ന് അവളുടെ നോട്ടം മുന്നിലേക്കെത്തി. ഒരു വലിയ കസേരയിൽ രാജാവിനെ പോലെ ഇരിക്കുന്നവൻ. അവൻ്റെ കാലടിയിൽ അതേ അപകടകാരിയായ മൃഗവും ഒരു വളർത്തുനായെപ്പോലെ ശാന്തമായി കിടക്കുകയായിരുന്നു. അവൻ അതിൻ്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ഗാഥയുടെ ശരീരം വീണ്ടും ഭയം കൊണ്ട് വിറച്ചു. അവളുടെ നോട്ടം അവനിലേക്ക് ഉയർന്നപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഉറക്കം നന്നായിരുന്നോ? ഗാഥ വിറച്ചുകൊണ്ട് തല കുലുക്കി. അവൻ വിരലൊന്ന് ഞൊടിച്ചതും രണ്ടാളുകൾ അകത്തേക്ക് കയറി വന്നു. ശേഷം അവൻ സിഗരറ്റ് കത്തിച്ച് പതിയെ പുക പുറത്തേക്ക് വിട്ടു. രക്ഷപ്പെടാനുള്ള ശ്രമം മോശമായിരുന്നില്ല. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. ഗാഥ പിന്നോട്ട് മാറാൻ ശ്രമിച്ചെങ്കിലും വൈകിപ്പോയി. അവൻ തൻ്റെ തോക്കിൻ്റെ തണുത്ത വായ് അവളുടെ ചുണ്ടിൽ മുട്ടിച്ചു. നീ പറഞ്ഞില്ലേ ഞാൻ ഗുണ്ടയാണെന്ന്? അവൻ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഓർമ്മിച്ചു വെച്ചോ, ഞാനൊരു സാധാരണ ഗുണ്ടയല്ല. നിന്റെ ഓരോ ശ്വാസം അറിയുന്ന ആളാണ്. ഗാഥയുടെ ശരീരം മുഴുവൻ വിറച്ചു. അവൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അവളൊരു മനുഷ്യൻ്റെ കയ്യിലല്ല വീണിരിക്കുന്നത്. ഒരു വേട്ടക്കാരൻ്റെ കൂട്ടിലേക്കാണ് അവൾ നടന്നു കയറിയതെന്ന്. അവളുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. ശരീരം മുഴുവൻ മരവിച്ചു പോയതുപോലെ. കണ്ണുകൾ കാണുന്നത് വിശ്വസിക്കാൻ പോലും അവളുടെ തലച്ചോർ തയ്യാറായില്ല. വെറും ഏതാനും അടി മാത്രം അകലെയായി ആ ഭീമൻ ജീവി നിന്നിരുന്നു. സ്വർണ്ണ നിറമുള്ള കണ്ണുകൾ അടുത്ത ഇരയെ നോക്കുന്നത് പോലെ എന്നിലേക്ക് തറച്ചിരുന്നു. മിനുസമുള്ള പേശികൾ നിറഞ്ഞ ശരീരം ഏതു നിമിഷവും ചാടി വീഴാൻ തയ്യാറായതുപോലെ വലിഞ്ഞു നിന്നു. വാല് പതുക്കെ ആടുന്നു. അവളെ ആക്രമിക്കണോ എന്ന് ആലോചിക്കുന്നത് പോലെ. ഒരു തണുത്ത വിറയൽ നട്ടലിലൂടെ പാഞ്ഞിറങ്ങി. ദൈവമേ, എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. കണ്ണമയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പോലും അവൾക്കുറപ്പില്ലായിരുന്നു. ഒരു നിമിഷം മുമ്പ് രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. അടുത്ത നിമിഷം അവളുടെ ആത്മാവ് ശരീരം വിട്ടുപോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. നെറ്റിയിൽ പൊട്ടിയ വിയർപ്പ് തുള്ളികൾക്ക് അവളോട് ഒഴുകിയിറങ്ങി. അവൾ ബുദ്ധിമുട്ടി ഉമിനീറിറക്കി. പോ! അവൾ എന്താണ് പറയുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ ശബ്ദം വളരെ ക്ഷീണമുള്ളതായിരുന്നു. അതെ, ഒരു മൃഗത്തോട് പോ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമെന്നാണോ? അവളുടെ മുട്ടുകൾ വിറച്ചു. അവൾ തകർന്നുപോയി. സെക്കൻഡുകൾ അനന്തകാലം പോലെ നീണ്ടു. ഓടാൻ മനസ്സ് നിലവിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാലുകൾ അനങ്ങാൻ പോലും വിസമ്മതിച്ചു. ശരീരം മുഴുവൻ വിയർപ്പിൽ കുതിർന്ന് മരവിച്ച് നിന്നപ്പോൾ ആ മൃഗം, ഇന്നത്തെ ഏറ്റവും രസകരമായ കാഴ്ച, അവളെ തന്നെയാണെന്നതുപോലെ ശാന്തമായി നോക്കിക്കൊണ്ടേയിരുന്നു. ആ ഗുണ്ടയെ മറന്നേക്കൂ. യഥാർത്ഥ ഭീഷണി അവനല്ലായിരുന്നു. ഇതായിരുന്നു അവസാനമെന്ന് അവൾക്ക് തോന്നി. അവളുടെ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കഥ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.